ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവത്തിന് ആയിരങ്ങളെത്തി. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കണ്ണകി ക്ഷേത്രത്തിലേക്ക് പൗർണമി ദിവസം നടക്കുന്ന ഉത്സവം മാത്രമാണ് ഭക്തരെ കടത്തിവിടുന്നത്. ചിലപ്പതികാര കഥയിൽ മധുര കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ചേരൻ ചെങ്കുട്ടവൻ നിർമ്മിച്ച അതിപുരാതന കണ്ണകി ക്ഷേത്രമാണ് പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ അതിർത്തി മേഖലയായ ഈ പ്രദേശത്തുള്ളത്. ഏതാണ്ട് 1000 വർഷത്തോളം പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നത്. ഇപ്പോൾ തമിഴ്നാടും കേരളവും ചിത്രപൗർണമി നാളിൽ പൂജകൾ ഒരുമിച്ച് നടത്തുകയാണ്. കൊടുമ്പനത്തിന് നടുവിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ണകി ക്ഷേത്രം കേരളവും തമിഴ്നാടും തമ്മിൽ പതിറ്റാണ്ടുകളായി ഉടമസ്ഥ തർക്കമുണ്ടെങ്കിലും ഇരു സംസ്ഥാനങ്ങളിലെയും ഭക്തർ ഒന്നായി കാൽനടയായി 2 അതിർത്തികളിൽ നിന്ന് ചിത്രാപൗർണമി ദിനത്തിൽ കണ്ണകി ദർശനത്തിനെത്തി. കുമളിയിൽ നിന്ന് 14 കിലോമീറ്ററാണ് കേരളത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. തമിഴ്നാട്ടിലെ മന്നാക്കുടിയിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി ഭക്തരെത്തി. കഴിഞ്ഞ വർഷം മുതൽ ആദ്യമായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ വർഷം വരണമെന്ന് തോന്നി, അത് വന്ന് നല്ല അനുഭവമാണ്. നല്ല രസം. ഇങ്ങോട്ട് വരുന്ന വഴികളെല്ലാം കാണാൻ നല്ല അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. തിരക്കാണെങ്കിൽ കൂടി നന്നായിട്ട് തൊഴാൻ പറ്റും. மனசு ரொம்ப சந்தோஷமா இருக்கு. ஆனால் ரொம்ப கஷ்டப்பட்டு கீழேருந்து வந்தோம். 8:45 கிளம்புனோம், வர்றதுக்கு 12 மணி ஆயிடுச்சு. ரொம்ப ഹാപ്പി. ഇളങ്കോവടികളുടെ ചിലപ്പതികാര കഥയിലെ വീരനായികയായ കണ്ണകി ഭർത്താവായ കോവലിനെ കള്ളനെന്ന് തെറ്റിദ്ധരിച്ച് രാജാവ് കൊലപ്പെടുത്തിയതിൽ മനംനൊന്ത് മധുര നഗരം ചുട്ടരിച്ച ശേഷം മംഗളാദേവി മലയിൽ വന്ന് സമാധിയായെന്നാണ് ഐതിഹ്യം. രണ്ട് ശ്രീകോവിലുകളിലായി ഒരേ സമയം കേരളത്തിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും പൂജകൾ നടത്തി. കഴിഞ്ഞ വർഷം 15,534 പേരാണ് മംഗളാദേവിയിൽ എത്തിയതെങ്കിൽ ഇത്തവണ 19,501 പേരായി ഉയർന്നെന്നാണ് വനംവകുപ്പിന്റെ കണക്ക്. ജീപ്പിന്റെ ലഭ്യതക്കുറവിലും ദർശനത്തിനായുള്ള കാത്തിരിപ്പിലും ഭക്തർക്ക് പരാതിയുണ്ടെങ്കിലും കണ്ണകി ദർശനം പുണ്യമെന്ന് അവർ പറയുന്നു. ഞങ്ങളൊരു ഇപ്പോൾ കൂടി വന്ന ഒരു 5-8 വർഷമായിട്ട് സ്ഥിരം ഞങ്ങൾ വരുന്നവരാണ്. ഞങ്ങൾ 5-8 പേര് കൂടിയാണ് വരുന്നത്. പിന്നെ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു സൗകര്യം ജനങ്ങൾക്ക് ഒപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു തിരക്കിൽ നിന്ന് ഭക്തർക്ക് ഒരു ശകല ആശ്വാസമാകും. എല്ലാ വർഷവും വന്ന് കണ്ണകിയെ കാണാനുള്ളൊരു അനുഗ്രഹം ദൈവം സഹായിച്ച് തരുന്നുണ്ട്. നല്ല തിരക്കാ, ഭയങ്കര പാടാ, കയറി വരാൻ ഭയങ്കര പാടാ. കയറി വരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു. போன இயர் வந்துட்டேன், அப்போ கூட்டம் கொஞ்சம் கம்மியாக தான் இருந்துச்சு. இந்த வருஷம் ரொம்ப கூடுதலாக கூட்டமாக இருக்குது. കരിങ്കല്ല് കൊണ്ട് പുരാതന വാസ്തുശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ഇപ്പോൾ ഭൂരിഭാഗവും തകർന്ന നിലയിലാണ്. തർക്കമുണ്ടെങ്കിലും ഇരു സംസ്ഥാനങ്ങളിൽ ചേർന്ന് പൈതൃക ക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ഞാനിത് 4ാമത്തെ തവണയാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് നല്ലതായ എന്താഗ്രഹിച്ചാലും അത് നടക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ എന്താഗ്രഹിച്ചാലും നടക്കുമെന്നുള്ള 100% ഉറപ്പ് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കർണകി ദേവി രൗദ്രഭാവത്തിലാണ് ഉള്ളതെങ്കിലും പക്ഷേ ഇവിടെ സൗമ്യഭാവത്തിലായിട്ടാണ് എൻ്റെ അനുഭവം. ഇത്തവണ പ്രതീക്ഷിച്ചതിലധികം ആളുകൾ ഒരേ സമയം എത്തിയെന്നാണ് കണക്ക്. വരും വർഷങ്ങളിൽ കൂടുതൽ ജാഗ്രതയുണ്ടാവുമെന്നും ജില്ലാ ഭരണകൂടം. നമുക്കിപ്പോൾ വരെ ഒരു 20,000 ആൾക്കാർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും 20% കൂടുതൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ കാണുന്നത് പോലെ അവിടെയും നല്ല തിരക്കാണ്, ഇവിടെയും നല്ല തിരക്കാണ്. ഇനിയും ആൾക്കാർ ടാക്സി കിട്ടാൻ വേണ്ടി കുമളിയിലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ വരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള എല്ലാ സുരക്ഷാ സംവിധാനവും, ഹെൽത്ത് ഫെസിലിറ്റീസ്, ഡ്രിങ്കിങ് വാട്ടർ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മംഗളാദേവി ക്ഷേത്രത്തിന്റെ കണ്ണത്താ ദൂരത്തുള്ള കാഴ്ചകൾ അതീവ സുന്ദരമാണ്. മലമുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ മനോഹാരിത കാണാം. മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള വനപാതയിലൂടെയുള്ള യാത്രയും ക്ഷേത്രത്തിൻ്റെ പുരാതന നിർമ്മിതിയുടെ കാഴ്ചയുമൊക്കെ ഏറ്റവും പുതുമയുള്ളതാണ് ഓരോ ഭക്തർക്കും. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും ഭക്തർ നിരവധി പേരാണ് ഇത്തവണ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. സനൽ ഇളമ്പച്ചിക്കൊപ്പം
ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.